ഞാൻ ഹാരിയർ എടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് B6 എടുത്തില്ല, എന്തുകൊണ്ട് XEV9 എടുത്തില്ല. ഈ രണ്ട് വാഹനങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതലും ഹാരിയറിനെ വെച്ച് കമ്പയർ ചെയ്തത് മേടിക്കുന്ന സമയത്ത്. സോ അതിൻ്റെ ഒരു റീസൺ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ കിടക്കുന്ന സൈസാണ്. എനിക്ക് നല്ല സൈസുള്ളൊരു വണ്ടി വേണമായിരുന്നു. കാരണം 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഫാമിലിക്ക് നല്ല കംഫോർട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു കാർ എന്നൊരു കാറ്റഗറി ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഗ്ലാൻസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ള വണ്ടി വേണമെന്ന് മസ്റ്റായിരുന്നു. B6ൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂപ്പേ സ്റ്റൈൽ ലുക്കിൽ ഇഷ്ടമാണെങ്കിലും പ്രാക്ടിക്കലി വരുമ്പോൾ കൂപ്പേ സ്റ്റൈൽ എൻ്റെ ഹൈറ്റിനും എൻ്റെ സൈസിനും അത് പറ്റില്ല. പ്രത്യേകിച്ച് റിയർ സീറ്റിലെ കംഫോർട്ട്. XEV9ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സീറ്റ് നല്ല കിഡ്ല സീറ്റാണ്. പക്ഷേ ആ സീറ്റിൽ തന്നെ വരുന്ന കളർ തീം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വൈറ്റ് തീമിൽ വരുന്ന സീറ്റ് പേഴ്സണലി ഞാൻ എൻ്റെ ഫേവറേറ്റ് അല്ല. എനിക്ക് ബ്ലാക്ക് ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫിയർലെസ് എന്ന് പറഞ്ഞ ഈ വേരിയൻ്റ് എടുത്തത്. എൻ്റെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക്. എൻ്റെ പ്രൈസ് റേഞ്ച് ആയ 30 ലക്ഷത്തിനകത്ത് XEVയുടെ പാക്ക് 2 വേരിയൻറ്റും B6ൻ്റെ പാക്ക് 3 സെലക്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റും എനിക്ക് കിട്ടിയേനെ. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ആകെ വ്യത്യാസമുണ്ടായിരുന്ന സാധനം ഹാരിയറിൽ അഡാസ് ഇല്ല എന്നൊരു കാര്യം മാറ്റി നിർത്തിയാൽ, ഓട്ടോ പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സമൺ മോഡ് എന്ന് പറഞ്ഞ ഫീച്ചർ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും, ഈവൻ വെന്റിലേറ്റഡ് സീറ്റ്, സൺറൂഫ്, 360 ക്യാമറ എല്ലാം, ഈവൻ B6ൻ്റെ പാക്ക് 2ൽ പോലും ഇല്ലാത്ത പല ഫീച്ചേഴ്സും എനിക്കിതിൻ്റെ താഴത്തെ വേരിയൻറ്റ് കിട്ടുന്നു. അതിന് മെയിൻ റീസൺ ആണ് ഹാരിയറിലോട്ട് എത്താൻ വേണ്ടി സൈസ്, ഫീച്ചേഴ്സ്, പ്രൈസ് പോയിന്റ്. ഇത് മൂന്നും കൂടെ ഞാൻ നോക്കിയപ്പോൾ വാല്യൂ ഫോർ മണി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഓപ്ഷനാണ് ഈ കിടക്കുന്നത്. കൂടാതെ 19 ഇഞ്ചിൻ്റെ അലോയ് വീൽ എവിടെ കിട്ടും? എക്സ്ട്രാ 75,000 കൂടെ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ സ്റ്റെൽത്ത് എഡിഷൻ കിട്ടിയേനെ. പക്ഷേ അത് മാറ്റ് വരുന്നത് കൊണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടുള്ളത് കൊണ്ടും ഞാൻ ഈ കാണുന്ന ഗ്രേ കളർ എടുത്തു. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കളറിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ്. മഹീന്ദ്ര വിട്ടിട്ട് നീ പോയി ടാറ്റ എടുത്തതല്ലേ സർവീസ് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും പറയുന്നുണ്ട്. എനിക്ക് ആ സംശയമുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് സർവീസിന് ഉടനെ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഫസ്റ്റ് സർവീസിൻ്റെ എക്സ്പീരിയൻസ് അടുത്ത വീഡിയോയിലിടാം. പേജ് ഫോളോ ചെയ്ത് വെച്ചോ.